സുഗമാദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷം പ്രഭാവതി പാർട്ടി ഓഫീസിൽ നിന്നും ഇറങ്ങി പോകുന്നുണ്ട്. പിന്നീട് ആരും തന്നെ പ്രഭാവതിയെ കാണുന്നില്ല. എല്ലാവരും വിചാരിച്ചത് പ്രഭാവതി നേരെ ചന്ദ്രോത്തേക്ക് തന്നെ പോയിട്ടുണ്ടാവുന്ന. ഇതേസമയം സിദ്ധാർത്ഥനും ദേവികയും നന്ദനും പാർട്ടി പ്രവർത്തകരോടൊപ്പം ഓഫീസിൽ കേക്കൊക്കെ മുറിച്ച് ഗംഭീരമായിട്ട് വിജയം ആഘോഷിക്കുന്നുണ്ട്. പിന്നീട് നമ്മളുടെ ദേവികയുടെ വീട്ടിൽ പോയി അച്ഛൻ്റെ അമ്മയുടെയൊക്കെ അനുഗ്രഹം വാങ്ങി തിരിച്ച് ചന്ദ്രോത്തേക്ക് വരുന്നുണ്ട്. ഇതേസമയം സിദ്ധാർത്ഥനോട് രജനി ചോദിക്കുന്നുണ്ട്, അമ്മ എവിടെ അച്ഛാന്ന് ചോദിക്കുമ്പം സിദ്ധാർത്ഥൻ സിമ്പിളായിട്ട് പറയുന്നുണ്ട്, അമ്മ ഇപ്പോൾ വന്നോളും, അമ്മ തോറ്റതിൻ്റെ വിഷമത്തിലായിരിക്കും, എന്തായാലും ഇങ്ങോട്ട് വന്നു എന്ന് വിചാരിച്ചാൽ ഞാനിരുന്നത്, പ്രഭ എങ്ങും പോയിട്ടൊന്നും ഉണ്ടാവില്ല, ഇപ്പം തന്നെ എത്തിക്കോളും, മോള് സമാധാനപ്പെടുന്നു പറയുമ്പം രജനി പറയുന്നുണ്ട്, അച്ഛൻ നിർത്തിയ ആൾ ജയിച്ചല്ലോ, പിന്നെ അമ്മയെ ഇപ്പോൾ കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അമ്മ പാർട്ടി ഓഫീസിൽ നിന്ന് പോന്നിട്ട് സമയം ദൂരമായി, ഇതുവരെ അമ്മ ഇവിടെ എത്തിയിട്ടില്ല, ഞാൻ ഗിരിയെ വിളിച്ചിരുന്നു, ഗിരി വിളിച്ചപ്പം പറഞ്ഞത് അമ്മ അവിടെ നിന്ന് പോയിട്ട് ഒരുപാട് സമയമായി, അമ്മയെക്കുറിച്ചൊരു വിവരമില്ല എന്ന് തന്നെയാണ്. ഗിരി വിചാരിച്ചിരുന്നത് അമ്മ അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് പോകുന്നെന്ന്, ഇപ്പം ഞാൻ വിളിച്ചപ്പോഴാണ് ഗിരി വിവരങ്ങൾ അറിഞ്ഞതെന്ന്. അത് കേട്ടതും സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അതിന് ഇത്ര ടെൻഷൻ ആവാനൊന്നുമില്ല മോളെ ഈ മധുരമൊക്കെ കൊണ്ടുവന്ന് വയ്ക്കും എന്ന് പറയുമ്പം സിദ്ധാർത്ഥൻ്റെ ആ ഒരു സംസാരം കേട്ടിട്ട് രജനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. പ്രഭാവതിയെ കാണാനില്ലെന്ന് പറഞ്ഞിട്ടും സിദ്ധാർത്ഥൻ ദേവികയുടെ വിജയമാണ് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്നിട്ട് രജനി സിദ്ധാർത്ഥനോട് വീണ്ടും മോശമായി സംസാരിക്കുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഇപ്പോൾ ദേവികയുടെ വിജയം ആഘോഷിക്കേണ്ട സമയം, അതിൻ്റെ ഇടയ്ക്ക് മോൾ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞ് വെറുതെ വഴക്കുണ്ടാക്കല്ല, സന്തോഷം കെടുത്തിക്കളയില്ലേ എന്ന് പറയുമ്പോൾ അത് ശരി, അച്ഛനക്ക് ദേവിക ജയിച്ചാൽ മതി, അല്ലാതെ അമ്മയെ ആരെങ്കിലും കൊന്നാലും അച്ഛന് കുഴപ്പമൊന്നുമില്ല, ഇതിനു മുമ്പ് അമ്മയെ തട്ടിക്കൊണ്ട് പോയില്ലേ, അന്നും അച്ഛൻ ഇതേ നിലപാടിൽ തന്നെ നിന്നത്, ഇപ്പോൾ അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്തെങ്കിലും കുലുക്കമുണ്ടോ, വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇപ്പോൾ തന്നെ അമ്മയെ അന്വേഷിച്ച് ഇറങ്ങൂലായിരുന്നോ, ഇപ്പോൾ അച്ഛൻ ദേവികയുടെ വിജയം ആഘോഷിക്കാനാ താല്പര്യം കാണിക്കണേന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ ഗൗരി ആണെങ്കിൽ ഈ ഭാർഗവിയോട് പറയുന്നുണ്ട്, അമ്മേ പ്രഭാൻറ്റി തോറ്റ സ്ഥിതിക്ക് ഇനി ചന്ദ്രോത്ത് എന്തൊക്കെ നടക്കുമെന്ന് അറിയില്ല, എന്തായാലും നന്ദൻ കഴിഞ്ഞ ദിവസം വന്ന് അമ്മയോട് പറഞ്ഞിരുന്നില്ലേ, പ്രഭാൻറ്റി തോറ്റിട്ടുണ്ടെങ്കിൽ പ്രഭാൻറ്റിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കണം, അതുപോലെ ചന്ദ്രോത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നോക്കണമെന്ന്, അതുകൊണ്ട് അമ്മയൊന്ന് ചന്ദ്രോത്തേക്ക് ചെല്ല്, ഇനി അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് പ്രഭാൻറ്റി കാരണം ഉണ്ടാവാൻ പോണേന്ന് അറിയില്ലല്ലോ. ആ സമയം ഭാർഗവി പറയുന്നുണ്ട്, എന്നാലും പ്രഭക്കുഞ്ഞ് തോക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല, ഇതെങ്ങനെ പ്രഭക്കുഞ്ഞ് താങ്ങുമെന്ന്. അന്നേരം ഗൗരി പറയുന്നുണ്ട്, അതല്ലേ ഞാൻ അമ്മയോട് പറഞ്ഞത്, അമ്മ പോയി പ്രഭാൻറ്റിയെ സമാധാനിപ്പിക്കുക, ഇല്ലെങ്കിൽ പ്രഭാൻറ്റി എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കാൻ പോണേന്ന് അമ്മയ്ക്ക് അറിയാലോ, അതുകൊണ്ട് വേഗം ചെല്ലമ്മേന്നും പറഞ്ഞ് ഭാർഗവിയെ ഈ ഗൗരിയാണെങ്കിൽ ചന്ദ്രോത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. ഇതേസമയം ചന്ദ്രോത്ത് ദേവികയോടും നന്ദനോടൊക്കെ ആയിട്ട് രജനി പറയുന്നുണ്ട്, അമ്മയെ കാണാനില്ല, ഇനി എല്ലാവരും കൂടി ചേർന്ന് അമ്മയെ കൊന്നോ, ഇതിനു മുമ്പ് അമ്മയെ തട്ടിക്കൊണ്ടുപോയി, അതിനും കേസും അന്വേഷണമൊന്നും ഉണ്ടായില്ല, അമ്മ വന്നതോടുകൂടി എല്ലാവരും ആ അന്വേഷണം നിർത്തി, ഇപ്പോൾ വീണ്ടും അമ്മയെ കാണാനില്ല, ഇനി VDF-ൻ്റെ ആൾക്കാരാരെങ്കിലും അമ്മയെ തട്ടിക്കൊണ്ടുപോയതായിരിക്കുമെന്ന് ചോദിക്കുമ്പം നന്ദൻ പറയുന്നുണ്ട്, ചേച്ചി എന്തൊക്കെയാണ് ഈ പറയണത്, ഇപ്പോൾ ദേവിക ജയിച്ചതിൻ്റെ സന്തോഷത്തിലല്ലേ നമ്മളെല്ലാവരും, ആ സന്തോഷം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയാണോ ചേച്ചി ഇങ്ങനെ ഓരോ കഥകൾ ഉണ്ടാക്കണേ എന്ന് ചോദിക്കണം. ആ സമയത്ത് രജനി പറയുന്നുണ്ട്, അതേടാ ഞാൻ കഥകൾ ഉണ്ടാക്കുക, അമ്മ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ളത് നിന്നെ സംബന്ധിച്ച് വിഷമമുള്ള കാര്യമല്ലായിരിക്കും, പക്ഷേ എനിക്കത് വിഷമമുള്ള കാര്യം തന്നെയാണ്, നിനക്കെന്തായാലും നിൻ്റെ ഭാര്യ ജയിച്ചല്ലോ, സന്തോഷമായി, പക്ഷേ എൻ്റെ അമ്മേനെ എനിക്കിപ്പോൾ കാണണമെന്ന്. ആ സമയം നന്ദൻ പറയുന്നുണ്ട്, ചേച്ചി എന്തിനാ ഇങ്ങനെ കിടന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണേ, അമ്മ ഇപ്പം തന്നെ ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറയുമ്പം അമ്മ പാർട്ടി ഓഫീസിൽ നിന്ന് പോന്നിട്ട് മണിക്കൂറുകളായി, ഇതുവരെ അമ്മ ചന്ദ്രോത്തേക്ക് വന്നിട്ടില്ല, അമ്മ അങ്ങനെ റിസൾട്ടിൽ തോറ്റു എന്ന് വെച്ചാൽ നേരെ വരേണ്ടത് ഇങ്ങോട്ടല്ലേ, ഇതുവരെയും അമ്മേനെ ഇങ്ങോട്ട് കണ്ടിട്ടില്ല. ആ സമയത്ത് നമ്മളുടെ നന്ദനും എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. എന്നിട്ട് നന്ദൻ ദേവികയോട് പറയുന്നുണ്ട്, എന്നാലും അമ്മ ഇത് എവിടെ പോയി കാണും ദേവി എന്ന് ചോദിക്കുമ്പം എനിക്കറിയില്ലല്ലോ നന്ദു, അമ്മയ്ക്ക് നല്ല വിഷമം ഉണ്ടാവും, ഇനിയിപ്പോൾ അമ്മ അതുകൊണ്ട് എവിടെയെങ്കിലും മാറി നിൽക്കണേയായിരിക്കും എന്ന് പറയുമ്പം രജനി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, അമ്മയ്ക്ക് അറിയായിരുന്നു ഒന്നിലെ തോക്കും അല്ലെങ്കിൽ ജയിക്കും, അത് ഇലക്ഷനല്ലേ, ഇലക്ഷനിൽ പല പ്രാവശ്യം അച്ഛൻ മത്സരിച്ചിട്ടുള്ളതല്ലേ, അതുകൊണ്ട് തന്നെ തോറ്റു എന്നും പറഞ്ഞ് അമ്മ എങ്ങോട്ടും പോകുമൊന്നുമില്ല, ഇതിപ്പോൾ ആരെങ്കിലും അമ്മയെ തട്ടിക്കൊണ്ടു പോയതായിരിക്കുമെന്ന്. ആ സമയം നന്ദൻ ദേവിയെ മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അമ്മയുടെ മിസ്സിങ്ങിന് പിന്നിൽ ഋഷി തന്നെയായിരിക്കുമോ, ഇതിനു മുമ്പ് അവൻ അമ്മയെ അപായപ്പെടുത്താൻ വേണ്ടി തട്ടിക്കൊണ്ടുപോയി, അതുമാത്രമല്ല അതിനുശേഷം നമ്മുടെ വീട്ടിൽ അമ്മയെ അപായപ്പെടുത്താൻ വേണ്ടി അവൻ കയറുകയും ചെയ്തില്ലേ, ഇനി ഇതിൻ്റെ പിന്നിലും അവനായിരിക്കുമെന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട്, അറിയില്ലല്ലോ നന്ദു, എന്തായാലും ഞാൻ അരുന്ധതി മേഡത്തെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന്. അങ്ങനെ ദേവിക ഫോണെടുത്ത് അരുന്ധതി മേഡത്തിന് വിളിക്കുന്നുണ്ട്. ആ സമയം ദേവികയുടെ കോള് കണ്ടതും പുതിയ MLA ആണല്ലോ വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അരുന്ധതി കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താ ദേവിക ഇപ്പോൾ വിളിച്ച് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് ചോദിക്കുമ്പം അത് മേഡം, അമ്മ ഇതുവരെ വീട്ടിൽ
വീട്ടിലോട്ട് എത്തിയിട്ടില്ല, അമ്മയെ കാണാനില്ല എന്ന്. അത് കേട്ടതും അരുന്ധതി പറയുന്നുണ്ട്, പ്രഭാവതി നാണക്കേട് കൊണ്ട് എവിടെയെങ്കിലും പോയി ഇരിക്കുമായിരിക്കും എന്ന് പറയുമ്പം, ഇല്ല മേഡം, ഇന്നലെ രാത്രി ഞാനും അമ്മയും ഒരുപാട് സമയം സംസാരിച്ചിരുന്നു. അമ്മ എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു തന്നെ സംസാരിച്ചു. തോറ്റാലും അമ്മ അതിനെ ധൈര്യത്തോടു കൂടി നേരിടുമെന്ന് തന്നെ എന്നോട് പറഞ്ഞത്. എന്തായാലും അമ്മയ്ക്ക് എന്തോ ഒരു ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ വിളിച്ചത് മറ്റൊന്നിനും അല്ല, അമ്മേനെ കാണാനില്ലാത്തതിൻ്റെ പിന്നിൽ ഋഷി എങ്ങാനും ഉണ്ടോയെന്ന് അറിയാനാ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അമ്മയെ വിട്ടയക്കാൻ ഋഷിയോട് പറയണം, ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവട്ടെ മേഡെന്ന്. അത് കേട്ടതും അരുന്ധതിക്കും ഋഷിയെ ചെറിയ സംശയം തോന്നുന്നുണ്ടെങ്കിലും ദേവികയോട് പറയുന്നുണ്ട്, ഇല്ല ദേവിക, അങ്ങനെ ഇനി ഋഷി ചെയ്യുമൊന്നുമില്ല. ഇപ്പോൾ 2 പ്രാവശ്യം ഋഷി പ്രഭാവതിയെ ഉപദ്രവിക്കാൻ വന്നെങ്കിലും 2 പ്രാവശ്യവും പ്രഭാവതി ഋഷിയിൽ നിന്ന് രക്ഷപ്പെട്ടുല്ലോ. പിന്നെ ഞാനാണെങ്കിലും അതിന് നല്ല താക്കീത് അവന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അവൻ അങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല. ആ സമയം ദേവിക പറയുന്നുണ്ട്, എന്തായാലും ഋഷിയാണ് ഇതിൻ്റെ പിന്നിലെങ്കിൽ എനിക്ക് ഋഷിക്കെതിരെ നടപടി എടുക്കേണ്ടി വരും. അപ്പം മേഡം സങ്കടം പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല കേട്ടോ എന്ന് പറയുമ്പം അരുന്ധതി, എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് ഒന്നും കൂടി ഒന്ന് ആലോചിക്കട്ടെ ദേവിക എന്നും പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ ത്യാഗരാജനാണെങ്കിൽ പ്രഭാവതിയെ കാണാനില്ല എന്നുള്ള സന്തോഷ വാർത്തയായിട്ട് അരുന്ധതിയുടെ അടുത്തേക്ക് വരാണ്. ആ സമയം അരുന്ധതി ചോദിക്കുന്നുണ്ട്, പ്രഭാവതി എവിടെ പോയിന്ന് വലിയ ധാരണയുണ്ടോ ത്യാഗരാജനെന്ന് ചോദിക്കുമ്പോൾ, ഒരു വിവരമില്ല മേഡം, എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ ഇതുവരെയും പ്രഭാവതിയെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല. എന്തായാലും നാളെ നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനായിട്ടൊരു ഫോട്ടോയൊക്കെ സംഘടിപ്പിച്ച് വെക്കണം. ആ സമയത്ത് ഈ അരുന്ധതി പറയുന്നുണ്ട്, കാര്യം പ്രഭാവതി എൻ്റെ ശത്രു, എന്നാലും അവരുടെ മരണത്തെക്കുറിച്ച് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. അതുമാത്രമല്ല, എത്രയും പെട്ടെന്ന് പ്രഭാവതിയെ കണ്ടെത്തുകയും ചെയ്യണം. അതിപ്പോൾ എൻ്റെ അഭിമാനത്തിൻ്റെ കൂടി പ്രശ്നമാണ്. ഈ സമയം ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മളുടെ CP അങ്ങോട്ട് വരുന്നുണ്ട്. CPയെ കണ്ടതും ത്യാഗരാജനൊക്കെയാണെങ്കിൽ CPയെ ഒട്ടും ഇഷ്ടമാവണില്ല. എന്നിട്ട് മേഡം എന്നാൽ ഞാൻ പോവാം മേഡം എന്നും പറഞ്ഞ് ത്യാഗരാജൻ അങ്ങോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് CP അരുന്ധതിയുടെ അടുത്ത് എന്നിട്ട്, മേഡം പ്രഭാവതിയെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ, ത്യാഗരാജൻ വന്ന് എന്നെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, ത്യാഗരാജൻ കഴിവിൻ്റെ പരമാവധി അന്വേഷിച്ചു, പ്രഭാവതിയെക്കുറിച്ച് ഒരു അറിവുമില്ല, ആർക്കും അറിയില്ല പ്രഭാവതി എവിടെ പോയിന്ന്. ആ സമയം CP അരുന്ധതിയോട് പറയുന്നുണ്ട്, മേഡം ഞാനൊരു കാര്യം ചോദിച്ചാൽ മേഡത്തിനൊന്നും തോന്നരുത്, ഇനി ഇതിൻ്റെ പിന്നിലും ഋഷി എങ്ങാനും ആയിരിക്കുമെന്ന്. അത് കേട്ടത് നമ്മളുടെ അരുന്ധതിക്കും അതുപോലൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട്. എന്നിട്ട് അരുന്ധതി വേഗം തന്നെ ഞാനൊന്ന് ഋഷിയായിട്ട് സംസാരിക്കട്ടെ എന്നും പറഞ്ഞ് ഋഷിയുടെ റൂമിലോട്ട് പോകുന്നുണ്ട്. ഈ സമയം ഋഷി റൂമിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അരുന്ധതിയെ കണ്ടതും എന്താ അമ്മാന്ന് ചോദിച്ച് എഴുന്നേറ്റ് വരുമ്പോൾ അരുന്ധതി ഭയങ്കര ദേഷ്യത്തോടുകൂടി, എന്താണെന്ന് നിനക്ക് അറിയില്ലടാന്ന് ചോദിച്ച് ഋഷീനെ തല്ലാനായിട്ട് കൈ കൊണ്ട് ചെല്ലുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഭാർഗവിയാണ് ഈ ചന്ദ്രോത്തേക്ക് വരാണ്. ചന്ദ്രോത്ത് വന്നതും രജനി ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ദേവികയും അതുപോലെ തന്നെ സങ്കടത്തിൽ നിൽക്കുകയാണ്. ഭാർഗവി കണ്ടതും ഭാർഗവി ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ദേവിക ഭാർഗവിയുടെ അടുത്തേക്ക് ചെല്ലുമ്പം രജനിയും അത് കേട്ട് എഴുന്നേറ്റ് വരുന്നുണ്ട്. എന്നിട്ട് എന്താ മക്കളെ, ശരിക്കും പ്രഭക്കുഞ്ഞിന് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പം രജനി പറയുന്നുണ്ട്, അതെങ്ങനെയാണ്, ഇവിടെ കുറേ പേര് അമ്മ എങ്ങനെയെങ്കിലും തോക്കണം എന്നും പറഞ്ഞ് നടക്കുമായിരുന്നു. എന്നിട്ടിപ്പോൾ എന്തായി, ദേവിക ജയിക്കുകയും ചെയ്തു, അമ്മയെ കാണാനുമില്ല, അച്ഛൻ പോലും അമ്മയ്ക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നില്ല, എല്ലാവരും ദേവികയെ ജയിപ്പിക്കാനായിട്ട് പ്രവർത്തിച്ചത്, അതുകൊണ്ടായിരിക്കും അമ്മ ഇതുവരെ വന്നിട്ടില്ല എന്ന്. ആ സമയം ഭാർഗവി പറയുന്നുണ്ട്, ജയവും തോൽവിയൊന്നും പ്രഭകുഞ്ഞിന് പ്രശ്നമല്ല, പ്രഭകുഞ്ഞ് ജയിക്കുമെന്ന് 100% വിശ്വാസത്തിലാണ് നിന്ന് എന്ന് വിചാരിച്ച് തോറ്റു എന്നും പറഞ്ഞ് പ്രഭകുഞ്ഞ് അങ്ങനെ നാട് വിട്ട് പോകുമൊന്നുമില്ല എന്ന്. ആ സമയം രജനി പറയുന്നുണ്ട്, അമ്മ നാട് വിട്ട് പോണ ആളൊന്നുമല്ല, പക്ഷേ അമ്മയെ ഇവരാരെങ്കിലും തട്ടിക്കൊണ്ട് പോയതായിരിക്കും, അതിൽ ദേവികയ്ക്കും അച്ഛനക്കൊക്കെ പങ്കുണ്ടാവും, എന്തായാലും VDF ആണല്ലോ ജയിച്ചത്, അപ്പോൾ ഇനി VDFന് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ എന്നൊക്കെ ഇങ്ങനെ രജനി പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട്, എന്തിനാ ചേച്ചി ഇന്നൊരു സന്തോഷമുള്ള ദിവസമായിട്ട് ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കുമ്പോൾ ഭാർഗവി പറയുന്നുണ്ട്, അത് സന്തോഷമുള്ള ദിവസം നിനക്ക് മാത്രം, ഞങ്ങൾക്ക് സന്തോഷമുള്ള ദിവസമല്ല, നീ ജയിച്ച MLA ആയ അന്ന് തന്നെ പ്രഭക്കുഞ്ഞിനെ കാണാനില്ല, ഇതിന് മാത്രം എന്തിതാടി ഈ MLA ആയാൽ കിട്ടണമെന്നൊക്കെ ചോദിച്ച് ഭാർഗവി ദേവികയോട് വളരെ മോശമായി തന്നെ സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് ദേവികയാണെങ്കിൽ മറുപടി ഒന്നും പറയാനാവാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേസമയം ഗിരിയും സിദ്ധാർത്ഥനൊക്കെ പ്രഭാവതിയെ അന്വേഷിച്ച് ഇങ്ങനെ പരക്കം മാറി നടക്കാണ്ട്. ആ സമയത്ത് ആരോ ഗിരിക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട് പ്രഭാവതി പോലീസ് സ്റ്റേഷനിലുണ്ടെന്ന്. അത് കേട്ടതും ഗിരി വേഗം തന്നെ രജനിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് വിവരം പറയുന്നുണ്ട്. ഈ സമയം ഭാർഗവി ആണെങ്കിൽ ഈ ഗിരി പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഭാർഗവി ഈ ദേവികയോട് പറയുന്നുണ്ട്, എന്തായാലും നീ MLA ആയ അന്ന് തന്നെ അമ്മായിയമ്മയെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയല്ലോ, പ്രഭക്കുഞ്ഞിപ്പോൾ സ്റ്റേഷനിലാണെന്നാണ് പറഞ്ഞതെന്ന്. ഇത് കേട്ടതും ദേവികയ്ക്കാണെങ്കിൽ കാര്യങ്ങളൊന്നും മനസ്സിലാവണമില്ല. ഇതേസമയം നമ്മളുടെ അരുന്ധതിയുടെ ഫോണിലോട്ടൊരു കോള് വരുന്നുണ്ട്. നമ്പർ കണ്ടതും ഇത് ആരാന്ന് അറിയില്ലല്ലോ എന്നും പറഞ്ഞ് അരുന്ധതി കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് വിളിച്ചയാൾ പറയുന്നുണ്ട്, ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്, CI ആണ്, മേഡം അത്യാവശ്യമായിട്ട് സ്റ്റേഷൻ വരുമെന്ന് പറഞ്ഞെന്ന്. ഈ സമയം
അരുന്നത് ചോദിക്കുന്നുണ്ട്, എന്താ സാർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം, എത്തിയതിന് ശേഷം നമുക്ക് പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാമെന്ന്. അങ്ങനെ നമ്മളുടെ CI അരുന്ധതിയുമായിട്ട് സംസാരിച്ച് ഫോൺ കട്ട് ചെയ്തിട്ട് തിരിയണ സമയത്ത് നമ്മളുടെ പ്രഭാവതി അവിടെ നിൽക്കുന്നുണ്ട്. പ്രഭാവതി നിന്നിട്ട് CIയോട് ചോദിക്കുന്നുണ്ട്, എന്താ സാർ അരുന്ധതി വരാമെന്ന് സമ്മതിച്ചോന്ന്. ആ സമയം CI പറയുന്നുണ്ട്, അവരിപ്പോൾ തന്നെ പുറപ്പെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്തായാലും അരമണിക്കൂറിനുള്ളിൽ അരുന്ധതിയുമായിട്ട് ഇവിടെ എത്തും, അതിനുശേഷം നമുക്ക് കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്താമെന്ന്. അത് കേട്ടതും പ്രഭാവതി ആണെങ്കിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.